ഇന്ത്യയുടെ റോ മൊസാദിനെ കടത്തിവെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെയാണ് ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ മോസ്റ്റ് വാണ്ടഡായി പറഞ്ഞിരുന്ന ഹംസ ബുർഹാനെ ഇന്നലെ അജ്ഞാതൻ വെടിവെച്ച് കൊന്നു. അയാളെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു പല വർഷമാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ കാട്ടുപാതയിലൂടെ പോകുമ്പോൾ അയാളുടെ സുരക്ഷാ വലയം ഭേദിച്ച് വെടിവെച്ചു എന്നാണ്. അയാൾക്ക് പാകിസ്ഥാൻ സൈന്യം പ്രത്യേക സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. നമുക്ക് ഇന്നലെ അത് പറയുമ്പോൾ ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഇന്ത്യ UAPA ചുമർത്തിയ ഭീകരനാണ്. അപ്പോൾ നോക്കൂ, ഇത് റോയുടെ ഓപ്പറേഷനാണ് എന്ന് എല്ലാവരും പറയുന്നു. റോ എന്ന് പറയുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ്. പക്ഷേ നോക്കൂ, ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് അയാൾ ആ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആളല്ല എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലേ? അവർ മറ്റു പല ജോലികളും ചെയ്തായിരിക്കും ഇവർ ജീവിക്കുന്നത്. കവർട്ട് ഏജൻറ്റുകൾ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ ഏജൻസിയുടെ പേര് തന്നെ നോക്കൂ, മൊസാദ് എന്ന് പറയുന്നത് അതാണെന്നറിയാം. നമ്മൾ ഇട്ടിരിക്കുന്ന പേരെന്താ? റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. ഗവേഷണം നടത്താനും വിലയിരുത്താനുമുള്ള വിഭാഗം എന്ന് പറയാം പച്ച മലയാളത്തിൽ. 1968 സെപ്റ്റംബർ 21 RN ഖാവോ എന്ന് പറയുന്ന നമ്മുടെ IBയിലെ അതിപ്രശസ്തനായ ഓഫീസറുടെ നേതൃത്വത്തിലാണ് റോ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് റോയുടെ പേര് കേട്ടാൽ അതൊരു വലിയ കട്ടിക്കട്ടടയൊക്കെ ഉള്ള കുറേ അച്ചായന്മാർ ഒരു ഗവേഷണ സ്ഥാപനത്തിൽ ഏതോ മാറാലേക്ക് അടിച്ച ഓഫീസിലിരുന്ന് പണിയെടുക്കുന്ന കുറേ ആളുകളുടെ ഒരു സംഘടന എന്നൊരു തോന്നലേ വരുള്ളൂ. അത് തന്നെ ഒരു കവേർട്ട് ഓപ്പറേഷൻ നടത്തുന്ന സംഘടനയുടെ ഏറ്റവും പറ്റിയ പേരാണ്. ഇപ്പോൾ CIA എന്ന് പറഞ്ഞാൽ അത് തന്നെ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി എന്നുണ്ട്. ഇത് ഏജൻസി ഒന്നുമില്ല, ഗവേഷണം നടത്തുകയും വിലയിരുത്തൽ നടത്തുകയും ചെയ്യുന്ന ഒരു വിങ് എന്നാണ് പറയുന്നത്. ഒരു ഏജൻസി പോലും ആയിട്ട് പറയുന്നില്ല, ഏജൻറ്റുമാരാണ് അതിനകത്തുള്ളതെങ്കിലും. ഇപ്പം നമ്മളിത് ഉണ്ടാക്കാൻ കാരണം ഈ ശരിക്കും ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ റോ രൂപീകരിക്കപ്പെടുന്നത്. രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 62 ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം. നമുക്ക് ഒരുപാട് ഇൻ്റൽസ് കിട്ടാൻ, ചൈനയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കിട്ടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. IB ആണ് അത് ചെയ്തുകൊണ്ടിരുന്നത്, ഇത്തരം വിവരങ്ങൾ. പക്ഷേ അത് ഗാദർ ചെയ്യാൻ IBക്ക് പരിമിതികളുണ്ടായിരുന്നു. 65 പാകിസ്ഥാൻ യുദ്ധത്തിലും ഈ ഒരു പ്രശ്നം നമ്മൾ നേരിട്ടപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഈ മൊസാദ് എന്ന് പറയുന്ന ഇസ്രയേലിൽ ഒരു ഏജൻസി ഉണ്ട്. ഇന്ദിരാഗാന്ധിയോട് IBക്കാർ പറഞ്ഞു ഒരു ഏജൻസി ഉണ്ട്. അത് അവിടുത്തെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂറിയൻ്റെ കാലത്ത് 1949 ഡിസംബർ 13 മൊസാദ് ആരംഭിക്കുന്നത്. മൊസാദ് മോഡലിൽ നമുക്കൊരു രഹസ്യാന്വേഷണ വിഭാഗം വേണം എന്ന് പറഞ്ഞ് RN ഖാവോയുടെ കൂടെ ഒരു ബ്രെയിൻ ചൈൽഡായിട്ടാണ് നമ്മുടെ റോ ഉണ്ടാവുന്നത്. പക്ഷേ റോയെ സംബന്ധിച്ച് റോ വിദേശത്തു നിന്നുള്ള ഇൻ്റൽസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും പോയി നമ്മൾ ഓപ്പറേഷൻസ് ഒന്നും നടത്താറില്ലായിരുന്നു. പക്ഷേ മൊസാദ് ആവട്ടെ, CIA ആവട്ടെ, ലോകത്ത് എവിടെ പോയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഏജൻസിയാണ്. അവർ പോയി സൈനിക ഓപ്പറേഷൻ നടത്തും. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തിയൊന്നും പ്രശ്നമല്ല. അവിടെ പോയി ലോകത്ത് എല്ലായിടത്തും പോയി മൊസാദും CIA-യും ഇത്തരം ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. ഇത് ചരിത്രമാണ്. അപ്പോൾ നമ്മളങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെയുള്ള ഇൻ്റൽ കളക്ട് ചെയ്യുക, അതനുസരിച്ച് നമ്മുടെ രാജ്യം തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങിയ പണിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 2014 ശേഷമാണ് റോയ്ക്ക് ഇങ്ങനെ ഒരു മുഖം വന്നത്. നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡോവൽ ഡോക്ട്രിൻ ഉണ്ടാക്കി, എതിരാളിയെ അവൻ നമ്മളെ ആക്രമിക്കും മുമ്പ് അവിടെ ചെന്നടിക്കുക, അവൻ്റെ വീട്ടിൽ പോയി അടിക്കുക, അവൻ എവിടെയുണ്ടോ അവിടെ പോയി അടിക്കുക എന്നൊരു പോളിസി നമ്മളെടുത്തു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്തു, വീട്ടിൽ കയറി അടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആണ് ഈ പറയുന്നത് പോലെ ഈ അജ്ഞാതൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ, ഒരു പ്രതിഭാസം ഉണ്ടായി വരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ നിരവധി തവണ പറഞ്ഞു ഈ അജ്ഞാതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ പിന്നിൽ ഇന്ത്യ ആണെന്ന് പറഞ്ഞു. ഇന്ത്യ വിട്ടിട്ടില്ല, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ കാനഡ പറഞ്ഞു. കാനഡ പ്രധാനമന്ത്രി പേരെടുത്ത് പറഞ്ഞു അമിത്ഷായും നരേന്ദ്രമോദിയുമാണെന്ന് പറഞ്ഞു. പിന്നീട് അത് മാറ്റിയൊക്കെ പറഞ്ഞു, അത് നയതന്ത്ര പ്രശ്നങ്ങളാണ്. അമേരിക്ക പറഞ്ഞു, നമ്മളൊരു യാദവ് എന്ന് പറഞ്ഞ ഒരാളെ അവിടെ വിട്ട് നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന ഒരു ഏജൻറ്റ് വഴി അവിടെ ഒരു ഖലിസ്ഥാൻ ഭീകരനെ കൊല്ലാനായിട്ട് നമ്മൾ പ്ലോട്ട് ഉണ്ടാക്കി പണം കൊടുത്തു, അവിടെ ലോക്കൽ എയ്ഡ് കിട്ടാൻ വേണ്ടി പണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ട് നമ്മുടെ ഒരു CRPF കമാൻഡോ ആയിരുന്ന, പിന്നീട് റോയിലാണെന്ന് അമേരിക്ക പറയുന്ന ഒരു യാദവിന് വേണ്ടി വാണ്ടഡ് നോട്ടീസ്, ലുക്കൗട്ട് നോട്ടീസൊക്കെ അമേരിക്ക ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI ഇറക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ യാദവ് ഇടയ്ക്ക് ഉണ്ട്, പക്ഷേ അയാൾ ഒരു മാല പൊട്ടിച്ച കേസിലെ പ്രതിയായിട്ട് ഇവിടെ നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുക, അതുകൊണ്ട് വിട്ടു തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണല്ലോ, അത് അവിടെയാണെങ്കിലും അങ്ങനെയാണ്. ഒരു കേസിലുണ്ടെങ്കിൽ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ കേസ് തീരാതെ വിടാൻ പറ്റില്ല. അപ്പം ഈ CRPF കമാൻഡോ ആയിരുന്ന ആളെ വഴിയെ പോയപ്പോൾ ഒരു മാല പൊട്ടിച്ചു.
അതിന് ഒരു അടിക്കാനായിരുന്നു. എന്നൊക്കെ പറഞ്ഞൊരു കേസ് ഉണ്ടായതോ എന്തോ ആവട്ടെ. അപ്പം ഇതിനകത്ത് ഇങ്ങനെയൊക്കെ നിഷേധിക്കുമ്പോഴും നമ്മൾ ഈ അജ്ഞാതൻ്റെ ഓപ്പറേഷൻസ് ഒന്ന് പഠിക്കണം. ഇപ്പോൾ ഈ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. അജ്ഞാതൻ കൊല്ലുന്ന എത്രാമത്തെ ആളാണെന്നറിയോ? 60ാമത്തെ ആൾ. ഞാൻ ഇന്നലെ പ്രിയനുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു 72ാമത്തെ ആളെ അജ്ഞാതം തട്ടുമ്പോൾ നമ്മൾ ഈ കൊല്ലപ്പെട്ട 72 പേരുടെ കഥ വെച്ചൊരു വീഡിയോ ചെയ്യണം. കാരണം 72 ഹൂറിമാരെ കിട്ടും എന്നാണ് ഇവരുടെ വിശ്വാസം. ഈ തെമ്മാടിത്തരം, ഈ കൊലപാതകങ്ങൾ, ഈ ക്രൂരത, ഈ ഭീകരത, ടെററിസം ലോകം മുഴുവൻ നടന്നത് മദ്യപ്പുഴയും വേറെ ചിലതും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പണി ചെയ്യുന്നത് മുഴുവൻ, സ്വർഗം കിട്ടാൻ. അപ്പോൾ ഞാനിന്നൊരു ഈ എക്സിൽ ഒരു സ്ത്രീയുടെ, അവരുടെ പേര് ഞാൻ മറന്നുപോയി, വിദേശത്തുള്ള സ്ത്രീ, അവർ ബുർഖ ധരിക്കുന്നവരാണ്. അവരെന്നിട്ട് ഖുറാൻ എടുത്ത് വായിച്ചിട്ട് അവർ അത് ബുർഖ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇസ്ലാം വിട്ടു. കാരണം ഞാൻ ഈ ഖുറാൻ മുഴുവൻ വായിച്ചിട്ട് ഇതിനകത്ത് ഒരിടത്തും സ്ത്രീകൾക്ക് സ്വർഗം കിട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പുരുഷന് സ്വർഗം കിട്ടുന്ന കാര്യം മാത്രമേ, സ്ത്രീ എന്ന് പറയുന്ന, സ്ത്രീക്ക് സ്വർഗപ്രവേശം എന്ന് പറയുന്ന ഒന്ന് ഈ വിശുദ്ധമായി കരുതുന്ന, കോടിക്കണക്കിന് ആളുകൾ കരുതുന്ന ഖുറാനിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ഇസ്ലാം അല്ല എന്ന് പറഞ്ഞ് എക്സ്മുസ്ലിം ആയിട്ടുണ്ട് നമ്മുടെ ആരിഫ് ഹുസൈൻ തെരുവത്തെന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇയാളുടെ നമ്മുടെ ഈ പറയുന്ന പുകൾപ്പറ്റ അജ്ഞാതൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. 2014 കുറച്ചുകൂടെ കഴിഞ്ഞു, 2020 നവംബർ 18 അന്നാണ് അജ്ഞാതൻ്റെ വെടിയൊച്ച പാകിസ്ഥാനെ ആദ്യമായി നടുക്കിയത്. ഈ അജ്ഞാതൻ്റെ വെടിയൊച്ച നടുക്കിയെന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ മാത്രമല്ല, ഇപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശത്രുവാണോ മിത്രമാണോ എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് പറയാൻ കഴിയാത്തൊരു രാജ്യം ഇറാൻ. കാരണം എണ്ണയൊക്കെ തരുന്നുണ്ട്, പക്ഷേ കാശ്മീർ പാകിസ്ഥാൻ്റെ ആണ് എന്ന് പറയുന്ന രാജ്യമാണ് ഇറാൻ. ആ ഇറാനിലുള്ള മുല്ല ഒമർ ഇറാനി എന്നു പറയുന്ന ഒരാളെ പാകിസ്ഥാനിൽ വെച്ച് അജ്ഞാതൻ വെടിവെച്ച് കൊന്നു 2020 നവംബർ 18. എന്തിനാണ് മുല്ല ഒമർ ഇറാനിയെ വെടിവെച്ച് കൊന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ഔദ്യോഗികമായ മറുപടിയൊന്നുമില്ല, കാരണം നമുക്കറിയില്ലല്ലോ. പക്ഷേ ഇന്ത്യയുടെ ഉണങ്ങാത്ത ഒരു മുറിവിന് കാരണം ഈ മുല്ല ഒമർ ഇറാനിയാണ്. കാരണം ഇറാനിൽ ഒരു ചെറിയ ബിസിനസ് വർക്കായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഒരു നേവൽ ഓഫീസർ ഉണ്ടായിരുന്നു, റിട്ടയർഡ് നേവൽ ഓഫീസർ. അയാളെ ഇറാനിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് ഈ മുല്ല ഒമർ ഇറാനി പാകിസ്ഥാൻ ചാരസംഘടനയായ ISI കൈമാറി. അയാളെ എന്നിട്ട് അവർ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇന്ത്യൻ റോയുടെ ഏജൻ്റാണ് എന്ന് പറഞ്ഞു. നമ്മൾ അന്താരാഷ്ട്ര കോടതി വരെ പോയി വധശിക്ഷ റദ്ദാക്കി. ഇപ്പോഴും ആ മനുഷ്യൻ ജയിലിൽ കഴിയുകയാണ്. നമ്മുടെ കുൽഭൂഷൺ ജാദവ്, കുലത്തിൻ്റെ ഭൂഷണമായിട്ടുള്ള ആ ജാദവ് എന്ന് പറയുന്ന നമ്മുടെ മുൻ സൈനികൻ, പാകിസ്ഥാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ റോയുടെ ഏജൻറ്റിനെ ഇറാനിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് നടത്തുകയായിരുന്നു. അവിടെ നിന്ന് ഈ മുല്ല ഒമർ ഇറാനി തട്ടിക്കൊണ്ട് വന്നിട്ട് ഇയാൾ പാകിസ്ഥാനെതിരെ ചാരവൃത്തി നടത്താൻ ഇറാനിൽ വന്നിരിക്കുന്ന ആളാണ്, അവിടെ ക്യാമ്പ് ചെയ്തിട്ട് പാകിസ്ഥാനെതിരായിട്ട് പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് പറഞ്ഞ് മുല്ല ഒമർ ഇറാനി പിടിച്ചു കൊടുത്തു പാകിസ്ഥാനികൾക്ക്. അപ്പോൾ ഇന്ത്യയുടെ ഒരു മുറിവ് ഇപ്പോഴും നമ്മുടെ കുൽഭൂഷൺ യാദവ് ജയിലിലാണ്. ഇന്ത്യക്കാരന് പൊറുക്കാൻ കഴിയില്ല, ഇന്ത്യൻ ഭരണകൂടത്തിന് പൊറുക്കാൻ കഴിയില്ല. അങ്ങനത്തെ കുറ്റം ചെയ്ത ആളെ അജ്ഞാതൻ കൊന്നു, നമുക്കറിയില്ല. അതാണ് ആദ്യത്തെ അജ്ഞാതൻ്റെ ഓപ്പറേഷൻ. ഇനി അത് കഴിഞ്ഞ് 2020 തന്നെ നവംബറിലാണ് 2021 ജനുവരി സലീം റഹ്മാനി എന്ന് പറയുന്ന ഒരാൾ വെടിയേറ്റ് മരിച്ചു. ഇയാൾ ആരാണെന്നറിയോ? ഇന്ത്യ കുറേ ഭീകരരെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെയുള്ള നുഴഞ്ഞുകയറ്റം, ഭീകരാക്രമണം നടത്തിയ കേസിലെ പ്രതിയാണ് സലീം റഹ്മാനി. അപ്പോഴും പാകിസ്ഥാൻ കരുതി ഇതെന്തോ വൈരാഗ്യം കൊണ്ടൊക്കെ ആയിരിക്കും എന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് 2020 മാർച്ച് 1 സഹൂർ മിശ്രി എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് വെടിവെച്ച് കൊല്ലപ്പെട്ടു. അയാളുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ അയാൾ നമ്മുടെ IC-814 എന്ന് പറയുന്ന നമ്മുടെ വിമാനം റാഞ്ചിക്കൊണ്ടുപോയ കേസിലെ കണ്ടഹാർ പിടികിട്ടാ പുള്ളി, ഇന്ത്യ വാണ്ടഡ് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആളാണ്. 3ാമത്തെ അജ്ഞാതൻ്റെ ഇര. അതാണ് തോന്നുന്നത് നമ്മുടെ ദുരന്തറിൽ കാണിക്കുന്നത്. അതെ. ഇനി 4ാമത്തത് റിപുണ്ട മാൻ സിംഗ് മാലിക്. ഇയാൾ
ഇയാൾ 2022 ജൂലൈ 14 കൊല്ലപ്പെടുന്നു. ഇയാൾ നിരോധിക്കപ്പെട്ട ഖലിസ്ഥാൻ ഭീകര സംഘടനയാണ് ബബർ ഖൽസയുടെ പ്രവർത്തകനാണ്, തീവ്രവാദിയാണ്, ഭീകരനാണ്, ഖലിസ്ഥാൻ ഭീകരനാണ്. കാനഡയിൽ, കറാച്ചിയല്ല, കാനഡയിലെ സുറി എന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ടു. ഇയാൾക്കെതിരെയുള്ള കേസ്, ഇന്ത്യയിലുള്ള കേസ് എന്ന് പറഞ്ഞാൽ 1985 എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ വിമാനത്തിൽ ബോംബ് വെച്ച കേസിൽ പ്രതി. ഇതിൻ്റെ പേരിലാണ് കാനഡ പറഞ്ഞത് റോയാണ്, അമിത്ഷായാണ്, നരേന്ദ്രമോദിയാണ് കില്ലർ ഗ്യാങ്ങുകളെ അയച്ച് റിപുണ്ടമാൻ സിംഗ് മാലിക്കിനെ കൊലപ്പെടുത്തിയതെന്ന് ആദ്യമായി കാനഡ സംശയം ഉന്നയിച്ചത് ഈ കേസിലാണ്. 5ാമത്തെ കേസ് കൂടെ പറയാം, എല്ലാം പറയാൻ പറ്റും, 60 പറയാൻ പറ്റില്ലല്ലോ. 5ാമത്തെ ലാൽ മുഹമ്മദ് 2022 സെപ്റ്റംബർ 19. നോക്കൂ, 2020 മുതൽ 2022 വരെ ഉള്ള 3 വർഷത്തിനുള്ളിൽ 5 പേരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. അതായത് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു. ലാൽ മുഹമ്മദ് എന്നാണ് പേര്. ഇയാളുടെ പേരിൽ ഇന്ത്യയിലുള്ള കേസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ അച്ചടിച്ച കള്ളനോട്ടുകൾ വ്യാപകമായി ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ഏജൻറ്റ്, ഇടനിലക്കാരൻ. ഇയാൾ വഴിയാണ് ഇന്ത്യയിലേക്ക് വലിയ തോതിൽ കള്ളനോട്ടുകൾ സംഘടിതമായി കണ്ടെയ്നറിൽ കൊച്ചിയിലൊക്കെ നോട്ട് വന്നു എന്നൊക്കെ പറയുന്നത്. അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ മൈൻഡായിട്ടുള്ള ആളാണ് ലാൽ മുഹമ്മദ്. അയാൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ 5 സംഭവങ്ങൾ എടുത്തു, ആദ്യത്തെ 5 സംഭവങ്ങൾ. അപ്പോൾ സാധാരണഗതിയിൽ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് കൊല്ലപ്പെടുമ്പോൾ നമ്മുടേതുപോലെയുള്ള ഏജൻസികളും മാധ്യമപ്രവർത്തകരും ഒക്കെ ഈ കേസുകൾ എടുത്തിട്ട് ഇതിൻ്റെ സിമിലാരിറ്റീസ് നോക്കും. അല്ലെങ്കിൽ ഇത് ഒരു സംഭവം നടന്നാൽ അതിൻ്റെ ബെനിഫിഷ്യറി ആരാണെന്ന് നോക്കും. ഈ 5 കേസുകൾ എടുക്കും, ആരാണ് ബെനിഫിഷ്യറി, ആരുടെ താല്പര്യമാണ് അജ്ഞാതം നടപ്പാക്കിയത്? ഇന്ത്യയുടെ. ഇത് ഈ കൊല്ലപ്പെട്ട ഈ ഹംസ ബുർഹാൻ ഉൾപ്പെടെയുള്ള 60 പേരുടെ ഹിസ്റ്ററി എടുത്താലും ഇന്ത്യക്ക് താല്പര്യമുള്ള, ഇന്ത്യ കയ്യിൽ കിട്ടിയാൽ വെടിവെച്ച് ഇന്ത്യൻ പട്ടാളം കൊല്ലും എന്ന് ഉറപ്പുള്ള ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയാണ് ഈ അജ്ഞാതൻ്റെ പിന്നിലെന്ന്. ഇന്ത്യ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് അജിത് ഡോവൽ അറിഞ്ഞിട്ടായിരിക്കും. അജിത് ഡോവൽ അറിഞ്ഞിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും അമിത്ഷായും നരേന്ദ്രമോദിയും അറിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത് മാറുന്നൊരു ഇന്ത്യ. അപ്പോൾ ലോകത്ത് പോയിട്ട് ഓപ്പറേഷൻസ് നടന്നിപ്പോൾ മൊസാദിൻ്റെ ഓപ്പറേഷൻസ് നമ്മളധികം കേൾക്കുന്നില്ല. മൊസാദ് ലെബനോണിൽ പേജർ പൊട്ടിത്തെറിച്ച ആളെ കൊന്നു. ഇപ്പോൾ ഇറാൻ്റെ പ്രധാനമന്ത്രിയാണ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് വേണ്ടി ഇതുപോലെ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചാണോ വിമാനം തകർന്നതെന്നൊരു തിയറിയുണ്ട്. പക്ഷേ അവിടെയൊന്നും മൊസാദ് നേരിട്ട് പോയിട്ടില്ല. ഓരോരുത്തർ വഴി ഓരോ ഗാഡ്ജറ്റ്സൊക്കെ അയച്ചിട്ട് ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ അജ്ഞാതൻ എന്ന് പറയുന്ന ആൾ, ഒരാളൊന്നും അല്ല ഇപ്പം, അവർ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത്, നമ്മൾ ലോറൻസ് ബിഷ്ണോയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഈ ലോകത്തെമ്പാടും 5000 ഷാർപ്പ് ഷൂട്ടർമാരുണ്ട്. ബിഷ്ണോയ് വിചാരിച്ചാൽ ലോകത്തെവിടെ എന്ത് നടക്കും. ബിഷ്ണോയ് സബർമതി സെൻട്രൽ ജയിലിലാണ്. പക്ഷേ ബിഷ്ണോയ് എവിടെ ഇരുന്നാൽ മതി, ആരെ തട്ടണമെന്ന് ബിഷ്ണോയ് കാനഡ തട്ടണോ അമേരിക്ക തട്ടണോ അത് ബിഷ്ണോയ് തീരുമാനിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ ബിഷ്ണോയ് പക്ഷേ കൊല്ലുന്നതൊക്കെ ഇന്ത്യ വിരുദ്ധരെയാണ്, ഹിന്ദു വിരുദ്ധരെയാണ്. അങ്ങനെ ഒരു കഥ കൂടി ഉണ്ട്. അൻമോൽ ബിഷ്ണോയ് ബിഷ്ണോയുടെ സഹോദരൻ കാനഡയിൽ ജയിലിലായിരുന്നു ആയിരുന്നു. അപ്പോൾ ഏതായാലും ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ആദ്യത്തെ 5 പേരെ അജ്ഞാതൻ കൊല്ലുന്നത് 3 വർഷത്തിനിടയ്ക്കാണ്. എന്നാൽ ഏറ്റവും കഴിഞ്ഞ ഇടയ്ക്ക് അജ്ഞാതൻ ഈ 3 വർഷം എടുത്ത് കൊന്നതിൽ കൂടുതൽ ആളുകളെ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ കൊന്നിട്ടുണ്ട്. അജ്ഞാതൻ്റെ ജോലി കൂടിയിരിക്കുന്നു, അജ്ഞാതൻ്റെ സമയം, അജ്ഞാതൻ ഇൻ്റർവൽ എടുക്കുന്നില്ല, അജ്ഞാതൻ ഇപ്പോൾ ലീവ് എടുക്കാത്ത പണിയെടുക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ലോകത്തെമ്പാടുമുള്ള ഏജൻസികൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ, ഇന്ത്യയുടെ ഏജൻസി ഹംസ ബുർഹാൻ്റെ വധം കേരളത്തിൽ പോലും എല്ലാ പത്രങ്ങളിലും 1-ാം പുറം വാർത്തയാണ്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നു. ഇന്ത്യ പുൽവാമയിലെ ഇന്ത്യൻ ഭടന്മാരെ 40 സൈനികരെ കൊലപ്പെടുത്തിയതിൻ്റെ മാസ്റ്റർ മൈൻഡായ ഡോക്ടർ, MBBS പഠിക്കാൻ പോയിരുന്നു, ഡോക്ടറായില്ല, പഠിക്കാൻ പോയ ഈ ജയ്ഷെ മുഹമ്മദിൻ്റെ ഇടയിൽ ഡോക്ടർ എന്നറിയപ്പെടുന്ന കൊടും ഭീകരനെ, ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ച വ്യക്തിയെ അജ്ഞാതൻ കൊലപ്പെടുത്തിയതോടുകൂടി ഇത് ഇന്ത്യയുടെ കളിയാണ്, ഒരു കവർട്ട് ഓപ്പറേഷനാണ് എന്ന തരത്തിൽ എല്ലാ മാധ്യമങ്ങളിലും ലോകത്തെമ്പാടും വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ ആളുകൾ പറയുന്നത് ഈ മൊസാദിനേക്കാളും CIA യെക്കാളും ലീത്തലായിട്ടുള്ള
ഏജൻസിയായിട്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി റോ മാറിയിരിക്കുന്നു എന്നൊരു അടക്കം പറച്ചിലുണ്ട്. കാരണം നമ്മൾ പറയും നമ്മുടെ പോലീസുകാർ, കേരള പോലീസ് നല്ല പോലീസാണ്, അവരെ സ്വതന്ത്രമായി വിട്ടാൽ അവരിൽ എന്തു കേസും തെളിയിച്ചുകൊണ്ട് വരും. പറ്റുന്ന എന്താണ്? അവരുടെ കൈകൾ ബന്ധിച്ചു വെക്കും എന്ന് പറയുന്ന പോലെ റോ എന്ന് പറയുന്ന നമ്മുടെ ഏജൻസി ഏറ്റവും മികച്ച ഏജൻസിയാണ്. പക്ഷേ കഴിഞ്ഞ 2014 നരേന്ദ്രമോദിയുടെ സർക്കാർ വരേണ്ടി വരുന്നു അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ട് എന്ന് പറയാം. ISRO അല്ലേ, ISRO വലിയ സ്പേസ് ഏജൻസിയാണ്. പക്ഷേ ISROയ്ക്ക് വേണ്ടി 10,000 കോടി രൂപയുടെ ബജറ്റ് കൊടുത്ത് നിങ്ങൾ ചെയ്തോടാ പിള്ളേരെ എന്ന് പറഞ്ഞ് കൂടെ വന്ന് നിൽക്കാൻ ഒരു പ്രധാനമന്ത്രി ഉണ്ടായപ്പോൾ ISRO ലോകത്തിലെ ഏറ്റവും മികച്ച സ്പേസ് ഏജൻസിയായിട്ട് മാറി. അതാണ് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. നരേന്ദ്രമോദി വന്നു, നമ്മുടെ രാജ്യത്തെ പ്രീമിയർ ഏജൻസികളൊക്കെ അവരുടെ എക്സലൻസ് ഓരോ ദിവസവും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൊസാദ് മാറി നിൽക്കുക, മൊസാദെ റോ വരുന്നുണ്ട് എന്ന് പറയാവുന്ന തരത്തിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ റോയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഈ ഹംസ ബുർഹാൻ്റെ കൊലപാതകത്തോടെ തെളിഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ പറയുന്നു അജ്ഞാതനെ ഞങ്ങൾക്കറിയില്ല, എനിക്കറിയില്ല, പ്രിയനറിയില്ല, നമ്മുടെ രാജ്യത്തിനറിയില്ല. ഈ റോയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഈ കാവു അരൺ കാവു ഉണ്ടാക്കിയതാണല്ലോ, അന്ന് പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു. കാവു ബോയ്സ് എന്ന് പറഞ്ഞൊരു ചെറിയ സംഘമായിരുന്നു. അതാണ് പിന്നീട് വളരെയധികം വിപുലമായി രാജ്യത്തിൻ്റെ ഒരു വലിയ അസറ്റായിട്ട് മാറുന്നത്. അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിങ്ങനെ ഒരു വലിയ വിജയിക്കുമെന്ന്, ഒരു വലിയ വിജയമായി മാറുന്നത്. കാരണം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യണം, അതിനുള്ള വിഭവം നമുക്കുണ്ടോ, അതിനുള്ള സോഴ്സ് നമുക്കുണ്ടോ, അതിനുള്ള ശേഷി നമുക്കുണ്ടോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഏതായാലും അത് മൊസാദിനെ കണ്ടിട്ടാണ് നമ്മളിത് ആരംഭിക്കുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇന്ത്യ ലൈവ് ഇത്തരം ഒരുപാട് വിവരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണം.